You said it, and there is money in it. So your suggestion is taken for granted, and you are highly appreciated. ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ മീറ്റിങ്ങിൽ CEO തൻ്റെ സബോർഡിനേറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ. You said it, and there is money in it. So your suggestion is taken for granted, and you are appreciated. Welcome to Good English for Better Living. ഇവിടെ 3 ഫ്രേസുകൾ, 3 വ്യത്യസ്ത ആശയങ്ങളിൽ നിന്ന് ഫ്രേസുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങളാണ് ചർച്ച ചെയ്തത്. യു സെഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ശരിയാണ്, നീ ശരിയാണ് പറഞ്ഞത്. യു സെഡ് ഇറ്റ്, യു സെഡ് ഇറ്റ്. ഇത് പലപ്പോഴും ഈ സിനിമ ഡയലോഗിലും ഒക്കെ നമ്മൾ കേട്ടില്ല. യു സെഡ് ഇറ്റ്, നീ പറഞ്ഞതാണ് ശരി. There is money in it. There is money in it means അതിൽ കഴമ്പുണ്ട്, എന്നാണ്. There is money in it. So your suggestion is taken for granted. അവിടെ തന്നെ നിർദ്ദേശം is taken for granted means accepted without arguments, and you are highly appreciated. 3 ഫ്രേസസ്, 3 യൂസേജസ് പിടിക്കുകയാണ് നമ്മൾ. യു സെഡ് ഇറ്റ് നമുക്ക് പ്രയോഗിക്കാം. നമ്മൾ ഒരു ചർച്ചയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംസാരത്തിനിടയിൽ നമുക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലുള്ളൊരു സജഷൻ ഒരാൾ പറയുമ്പോൾ, ഒരു അഭിപ്രായം പറയുമ്പോൾ പറയും യു സെഡ് ഇറ്റ്, യു സെഡ് ഇറ്റ് എന്ന് പറഞ്ഞർത്ഥം നീ പറഞ്ഞതാണ് ശരി, നീ ശരിയാണ് പറഞ്ഞത്. There is money in it. Money, you know money. പണം എന്താണ് ഈ കാലത്തെ മോസ്റ്റ് വാല്യുബിൾ തിങ് എന്ന് നമ്മൾ വരുന്നത് ശരിയുമാണ്. There is money in it means എന്താ അതിൽ കഴമ്പുണ്ട് നീ പറഞ്ഞതിൽ. So your suggestion, നിർദ്ദേശം is taken for granted. It is accepted without arguments. You are highly appreciated. 3 പ്രയോഗങ്ങൾ. യു സെഡ് ഇറ്റ്, നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ പറഞ്ഞതാണ് ശരി. There is money in it, അതിൽ കഴമ്പുണ്ട്, അതിൽ വസ്തുതയുണ്ട്, അതിലൊരു കഴമ്പുണ്ട്, വസ്തുതയുണ്ട്. So your suggestion is taken for granted. Taken for granted. ഞാൻ കൂടുതലും മിക്കവാറും പ്രയോഗമാണ് taken for granted. It means accepted without arguments. അതുകൊണ്ട് നീ പറഞ്ഞത് അതേപടി അങ്ങ് അംഗീകരിക്കുകയാണ്, അതിനെപ്പറ്റി കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട. ആൻഡ് യു ആർ ഹൈലി അപ്രീഷിയേറ്റഡ്. ഇതാണ് പ്രയോഗം. അപ്പം നിങ്ങളുടെ ജോലി എന്താ? ഇനി പുതിയ ഇതുപോലെ പ്രയോഗങ്ങൾ കണ്ടുപിടിക്കുക, ഡിസ്കസ് ചെയ്യുക, ചർച്ച ചെയ്യുക. നമ്മൾ ചർച്ചയെ കൊണ്ടുവരാൻ ഒരു വേദിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വി ലവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ വരാം. നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങളൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് പൊതുവെ ചർച്ചയ്ക്ക് വരുന്നത്. ഇതിപ്പോൾ യൂട്യൂബ് ചാനലായതുകൊണ്ട് അങ്ങനെ ഫീഡ്ബാക്കൊക്കെ വന്നാലുണ്ട്. ചർച്ചയിലേക്ക് വരണമെങ്കിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, വി ലവ് ഇംഗ്ലീഷ്. അതിലേക്ക് കടന്നു വരാം. യു ജസ്റ്റ് ക്യാൻ ഡിസ്കസ് ദീസ് ഐഡിയാസ്, യുവർ ideas, and we can have a discussion, and you'll be most appreciated, most welcome. Thank you.